ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേരായി ചോദിക്കുന്നോടാ വീഡിയോ കാണാനില്ലോ എന്ന്. വേറെ ഒന്നല്ല, മകൾക്ക് വയ്യാതെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കായിരുന്നു. അത് കാരണം വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ തുടർന്ന് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ നമ്മളെ ചൂണ്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യാൻ പോണത്. ഒരു ഹുക്ക് സെറ്റാണ്. അതായത് എല്ലാ മീനും കിട്ടും. അതായത് റോഹു, കട്ട്ള, തൂളി, സകല മീൻ, പുഴയിലുള്ള ഒരുവിധം മീനുകളൊക്കെ കിട്ടണ ഒരു ഹുക്ക് സെറ്റ് നമ്മൾ കെട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ കെട്ടാൻ നോക്കാടാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹുക്ക് ഇട്ടാ, ഹുക്കും നൈലോൺ നൂലും. ഈ ഹുക്കിൻ്റെ സൈസ് 14 ഹുക്ക് സൈസ് പറഞ്ഞത് 14. 6 ഹുക്കുണ്ട്. പിന്നെ ഹുക്ക് കണ്ട, ഹുക്കിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ മുന്നുള്ള ഭാഗം, അത് ഉള്ളിലേക്ക് ഇരിക്കുക മേടിക്കുമ്പോൾ അതിനെ കുറച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്ലെയർ വെച്ചിട്ടേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനുകൾ വന്നിട്ടേ പെട്ടെന്ന് തീറ്റെടുക്കും, പെട്ടെന്ന് ഹുക്കാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ പുറത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹുക്കാവും മീൻ. എല്ലാ മീനും ഹുക്കാവും കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് നൈലോൺ നൂല് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നൂല് നോക്കിയാൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൂല്. ഈ നൂലിൻ്റെ ഓരോ തലയിലാണ് നമ്മൾ ഹുക്ക് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഹുക്ക് കെട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഹുക്കിൻ്റെ ഇതില്ലേ, ഈ നൂല് നോക്കിയത് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക ചെയ്യുന്നത് കണ്ടോ. മടക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ബാക്കിൽ ഒരു 3-4 ചുറ്റിയിട്ട് ഇവിടെ മടക്കി വെച്ചിട്ടില്ലേ, മടക്കി വെച്ച് എൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ചെയ്യണം കേട്ടോ. മടക്കി വെച്ച് എൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ തന്നെ വലിച്ചു കൊടുത്താൽ മതി, ഹുക്ക് കെട്ടാവും. എന്നൊക്കെയാ ഇതിനി ഇങ്ങോട്ട് വലിക്കും തോറും അത് മുറുകളോട്ടാ. അങ്ങനത്തെ ഒരു കെട്ടാ നോക്കിയേ. പിന്നെ ഇവിടെ കെട്ടിയില്ലേ, അപ്പോൾ ഈ നൂലിൻ്റെ തന്നെ മറ്റേ തലയിൽ അവിടെയും കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 തലയിലായിട്ട് കെട്ടി കൊടുക്കണം. ഇപ്പുറത്തെ തലയിലും അപ്പുറത്തെ തലയിലും. ഒരു ഹുക്ക് ഇവിടെയും കെട്ടി കൊടുക്കുക. നേരത്തെ പോലെ നോക്കിയാൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. 3-4 ചുറ്റിട്ട് കൊടുക്കുക. പുറത്തോടെ എടുക്കുക. മടക്കി വെച്ചല്ലേ, ഇതിനുള്ളിൽ കൂടെ എടുക്കുക കേട്ടോ. ഇപ്പോൾ വലിക്കുമ്പോൾ തന്നെ കെട്ടാവും. ഇവിടെ വലിച്ചു കൊടുക്കുക. കെട്ടായി. ഈ നൂലിൻ്റെ 2 തലയിലും കെട്ടി കൊടുത്തു കേട്ടോ. അതുപോലെ മറ്റേ നൂലുകൾക്കും കെട്ടിയെടുക്കണം. ബാക്കിയുള്ള 2 നൂലില്ലേ, അതിൽ കെട്ടിയെടുക്കണം. എല്ലാ ഹുക്കും കെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പുറകിലേക്ക് വരുന്ന ഭാഗം നമ്മളിങ്ങനെ ഇരിക്കി കൊടുക്കുന്നുണ്ട്. കാണാം, പുറകിലേക്ക് നീണ്ടു നിൽക്കണില്ലേ, അത് ഇരിക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ തലയിലും ഉണ്ട്. കാണാം, ഇവിടെയും ഉണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് ഒരുക്കി കൊടുക്കുക ചെയ്യണം കേട്ടോ. ഒരുക്കി വെച്ച് കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ 6 ഹുക്കും കെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ട, 2 തലയിലായിട്ട് 6 ഹുക്ക് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വലിയ പരിപാടിയൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളോടാ. കണ്ടാ, ഇങ്ങനെ ഇടുക, ഈ ഹുക്കിന് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഈ നൂലിൻ്റെ നടുഭാഗമായി മടക്കിയിട്ട് നോക്കിയാൽ ഈ ഹുക്കുകളൊക്കെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇടുക. എന്നിട്ട് നോക്കിയാൽ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക ചെയ്യട്ടോ. ഇങ്ങനെ ഇടുക, ഇങ്ങനെ എടുക്കുക. ഒരു 2 പ്രാവശ്യം എടുത്തോ കേട്ടോ. പിന്നെ കെട്ട് ലൂസായി പോലെ വരികണ്ട. അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചിട്ട് കൊടുക്കുക. വലിച്ചാൽ മതിടാ കേട്ടാ. ഇത്രയുള്ള പരിപാടി. ഹുക്ക് സെറ്റായി. അപ്പോൾ 6 ഹുക്കുണ്ട്, ഇതിൽ 6 എണ്ണം. ഇതിലെല്ലാ മീനും പെടും കേട്ടോ. എല്ലാ മീനും ലോക്കാവും. റോഹു, കട്ട്ള, തോളി, കരിമീൻ വരെ പെടും കേട്ടോ. കരിമീൻ നമ്മുടെ വീടുകളിലുണ്ട് കേട്ടോ. പിടിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ. എല്ലാ മഴക്കാലം വരുമ്പോഴും നമ്മൾ ഹുക്ക് സെറ്റുകൾ
ഉണ്ടാക്കാറുണ്ട്. ഈ മഴക്കാലം ആവാറായില്ലോ, അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കണം കേട്ടോ. 6 ഹുക്കിൻ്റെ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി തുടർന്ന് വീഡിയോകൾ ഉണ്ടാവും കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.